ഹായ് സുഹൃത്തുക്കളെ, അതെ നമ്മുടെ ഓട്ടോയുടെ ബോഡി വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവസാനത്തെ മിനുക്ക് പണി എന്നോണം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സീറ്റ് നോക്കിയേ, ബാക്ക് സീറ്റ് നിസാമ് സെറ്റ് ചെയ്യണ്ട. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സീറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. നിസാമ റെഡിയല്ലേ? നിസാമ റെഡിയാണെന്നാണ് പറയണത്. അപ്പൊ ബജാജ് സെഡ് CNG ഓട്ടോറിക്ഷയിൽ നമുക്ക് കയറ്റാൻ പോണത് സാൻഡ്രോയുടെ സീറ്റാണ് കേട്ടോ. അപ്പൊ സാൻഡ്രോയുടെ സീറ്റ് കയറ്റുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടെ ഒരു നോക്കിയേ, ഇവിടെ ഒരു യു ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതെ ഈ സൈഡ് യു ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാൻഡ്രോയുടെ സീറ്റിന് വന്നത് ഇതേ ഇവിടെ ഒരു ലോക്കാണ്. ഒരു മിനിറ്റ് ഇതേ ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് വരും. ഇത് കമ്പനി കൊടുക്കുന്ന ലോക്ക് തന്നെ കേട്ടോ, സാൻഡ്രോ കമ്പനിക്ക്. അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മ സീറ്റ് സെറ്റ് ചെയ്യാൻ പോണത്. അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമുക്ക് ഇവിടെ നമ്മൊരു നോക്കി കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല. ഇവിടെയാണ് അതിൻ്റെ വിജാവിരി, അതായത് സീറ്റ് മറിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വിജാവിരി ഇവിടെ കൊടുത്തേണ് കേട്ടോ. അതുപോലെ തന്നെ ആ സൈഡും കൊടുത്തിട്ടുണ്ട്. നിസാമേ ഒന്ന് ഇറങ്ങിയേ, നിസാമിന് നിർത്തിയായിട്ടാ. അപ്പൊ നിസാമ നീ മറിച്ച് ഇങ്ങോട്ട് സീറ്റ് മറിച്ചേ, ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക്. ഇവിടെ ഉണ്ടാ നമ്മ അങ്ങനെ അതിന്റെ ഇത് കൊടുത്തേണത് ഇഞ്ചസ്. ഈ സൈഡും ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട്. നിസാമേ ഇനി അവിടെ ഒന്ന് സ്ട്രോങ് ആക്കിക്കോ. എത്തുപോയാ നമ്മുടെ വണ്ടിയുടെ ബോഡി വർക്ക് നോക്കിയേ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നൗഷാദ് 15 വർഷം കേട്ടാ ഗ്യാരണ്ടി വന്നേക്കണത്. 15 വർഷത്തേക്ക് ഇനി ഒരു തുരുമ്പും പിടിക്കൂല എന്ന് പറയണത്. എന്താ വെൽഡില്ലേ? ലൈമന്നില്ല അല്ലേ? ആരോഗ്യണേ നോക്കിയേ. റിയാസ് ഒരു ഹായ് പറ. റിയാസ് ഇത് ടൂർ പോകാൻ പോണേ കേട്ടാ. അതെ അവിടെ വെൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ യു ക്ലാമ്പ്. ആരാ നോക്കിയേ? എന്റെ ഒരു BL വണ്ടി ഉണ്ടാവും. 10 കൊല്ലമായിട്ട് ഒരു കാര്യം തുരുമ്പില്ല. അതെല്ലേ, തുരുമ്പ് പേടിച്ചിട്ട് വരാഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ടല്ല അതിൽ വണ്ടിക്ക് അല്ലേ, തുരുമ്പ് പേടിച്ചിട്ട് പോയതായിരിക്കും. നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞില്ലേ? ഒരാഴ്ചയല്ലേ ഇവിടെ വന്ന് കിടക്കണത്? നമ്മുടെ വണ്ടി ഇന്ന് കൊണ്ടുപോകൂട്ടാ. നിസാമ് സംഭവം സെറ്റാക്കേണ്ടാ. മതിയാവും. ഈ ഐഡിയ എങ്ങനെയുണ്ട്? അപ്പൊ ഇങ്ങനെ ചെയ്തോട്ടാ. അതല്ലേ, അതല്ലേ. ഇതിന് മുമ്പും ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇത് എനിക്ക് ശരിക്കും പറയാം ആദ്യം ബോഡി വർക്ക് ചെയ്ത ആ പുള്ളി ചെയ്തതെന്നാണ് ഈ സെറ്റപ്പ്. നിസാമേ നമുക്ക് ഇട്ട് നോക്കിയാലോ? കിട്ടോ ഫസ്റ്റ് അടിച്ചോ കണ്ട സെറ്റ് ആയിട്ടുണ്ട്. മുറുക്കടിച്ചേ, അടിച്ച് പ്രസ് ചെയ്തോ. ഓക്കെ എന്താ അടിപൊളി. നിസാമേ പൊളിച്ചിട്ടാ. നീ ഞാനൊന്നുകൂടി കാണിച്ചു തരാം. കണ്ട നമ്മുടെ റിയാസ് കണ്ട ഓരോ വെൽഡിങ്ങും കണ്ടുപിടിച്ച് ചെയ്യാൻ പറയുന്നേട്ടാ. റിയാസിനോട് എന്നോട് എനിക്ക് സ്നേഹം നോക്കിയാ റിയാസേ, അല്ലേ? ഭയങ്കര സ്നേഹമുള്ള എന്നോട്. റിയാസ് ഓരോ പോരായ്മകളൊക്കെ കാണിച്ചു കൊടുത്ത് ചെയ്യിക്കണേട്ടാ. അവിടെ വെൽഡ് ചെയ്യാനാ പറയണത്. റിയാസേ ഒരു മിനിറ്റ്, റിയാസ് ഇങ്ങോട്ട് വന്നേ, ഇതൊന്ന് കാണിച്ചു കൊടുക്ക്. ഞാനിത് സീറ്റ് മടക്കാട്ടാ, വീഡിയോ ഉണ്ടാ. ഒരു മിനിറ്റ് കഴിഞ്ഞാ ഒന്ന് അറിയിക്കോ. ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഇത് നമ്മൾ തുണിയാണ് കെട്ടിയേക്കണത്. ശരിക്കും ഇവിടെ ഒരു ക്ലിപ്പാണ് വന്നത് കേട്ടാ. ഈ ക്ലിപ്പ് പൊക്കാ കണ്ട സംഭവം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മറിക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് നോക്കിയേ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ?
എങ്ങനെയുണ്ട് റിയാസ്? എങ്ങനെയുണ്ട്? ഒന്നിനാ കൊണ്ടേ ഞാൻ മറിക്കുക ഇടുക സെറ്റ് ഞാൻ നക്കൂലട്ടാ. അപ്പൊ നമ്മൾ ഈ സീറ്റ് എന്തിനാന്ന് പറയുമ്പോ സാൻഡ്രോ കാറിന്റെ ഉണ്ടാ. സാൻഡ്രോ കാറിന്റെ സീറ്റ് ബജാജ് ഇസഡ് ഓട്ടോയ്ക്ക് സൂട്ടബിൾ ആവും. അപ്പൊ ഇങ്ങനെ പിടിക്കഴിഞ്ഞാൽ അതിലുപരി അടിപൊളിയാവും സംഭവം. ഓക്കെ എങ്ങനെയുണ്ട് റിയാസെ? പൊളിയല്ലേ? ആ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയിൽ ബാക്ക് പാസഞ്ചർ സീറ്റ് കയറ്റിയത്? എങ്ങനെയുണ്ട്? ഇത് സാൻഡ്രോയുടെ സീറ്റ് ആണ് കേട്ടോ. അപ്പൊ സാൻഡ്രോയുടെ സീറ്റ് ബജാജ് സെഡ് CNGക്കും അതുപോലെ തന്നെ ബജാജ് സെഡിന്റെ ഡീസൽ ഓട്ടോറിക്ഷയ്ക്കും പറ്റൂട്ടാ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സാൻഡ്രോയുടെ സീറ്റ് റെഡിയാക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാ പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ അല്ലേ? അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.